നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളും സമുദായ നേതാക്കന്മാരും മാധ്യമങ്ങളും പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളും കാണാതെ പോയ ഒരു മഹാസംഭവം കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അത് തിരുനാവായിൽ നടന്ന കുംഭമേളയായിരുന്നു. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും തന്നെ വാർത്തയാക്കുകയോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയോ ചെയ്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ പെണ്ണുപിടി റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന തിരക്കിലായിരുന്നു എല്ലാവരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്ക് സംസാരിക്കാൻ ഒരേ ഒരു വിഷയമുള്ളൂ: രാഹുലും രാഹുലിന്റെ അതിജീവിതമാരും രാഹുൽ അയച്ച മെസ്സേജുകളും. അതിനുമപ്പുറത്തേക്ക് കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിലേക്ക്, ആ സാംസ്കാരിക ഉന്നതിയിലേക്ക് വഴിതെളിക്കുന്ന രീതിയിൽ നടന്ന കുംഭമേള അടക്കമുള്ള വിഷയങ്ങൾ അതിനിടയിൽ കാണാതെ പോവുകയും ചെയ്തു. കുംഭമേള നടന്ന ആ സ്ഥലത്തേക്ക് ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും തിരിഞ്ഞു നോക്കിയതേയില്ല. സ്ഥലത്തെ MLA-യോ MP-യോ പോലും പങ്കെടുത്തില്ല. മാധ്യമങ്ങളാരും തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. വെറുതെയെങ്കിലും അവിടെ കുറെ ആൾക്കാർ കൂടുന്നുണ്ടല്ലോ, അവിടേക്ക് പോകാം എന്ന പതിവ് രീതി പോലും ഒരു രാഷ്ട്രീയക്കാരനും നടത്തിയുമില്ല. എന്നാൽ കുംഭമേളയിലേക്ക് ഒഴുകിയെത്തിയത് നിരവധി ഹിന്ദുക്കളാണ്. കുംഭമേള നേരത്തെ കാശിയിൽ നടക്കുമ്പോൾ അവിടെ പോയതിനെ വിമർശിച്ച മാധ്യമപ്രവർത്തക സിന്ധു സൂര്യകുമാറിന്റെ അനക്കം പോലും ഉണ്ടായില്ല. നമുക്കറിയാം, കുംഭമേളയെ വളരെ നിശിതമായി വിമർശിച്ചിരുന്നു സിന്ധു സൂര്യകുമാർ. അവസാന ദിവസമാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഒരു വാർത്തയെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായത്. അവിടേക്ക് എത്തിയ മനോരമയുടെ മാധ്യമപ്രവർത്തകരെ അടക്കം അവിടെ കുംഭമേളയിലുള്ള ആൾക്കാർ അവിടെ നിന്ന് പോകാൻ പറയുകയും ചെയ്തു. അവസാന ദിവസങ്ങളിൽ മാത്രമാണ് അവിടേക്കൊരു ചെറിയ രീതിയിലെങ്കിലും മാധ്യമങ്ങൾ ശ്രദ്ധയെങ്കിലും കേന്ദ്രീകരിച്ചത്. എന്നാൽ ഇക്കാലത്ത് സോഷ്യൽ മീഡിയയ്ക്ക് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. പക്ഷെ അതിൻ്റെ ഗുണം കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. കുംഭമേള നടന്നിടത്തേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങളെ പ്രൊജക്റ്റ് ചെയ്തതും കാണിച്ചതും സോഷ്യൽ മീഡിയ തന്നെയാണ്. ദേശീയവാദികളായ ഒരു കൂട്ടം സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളുടെ നിരന്തര ഫലമായി കുംഭമേള എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞു. കുംഭമേളയിലേക്ക് നിരവധി പേർ ഒഴുകിയെത്തുകയും ചെയ്തു. നമുക്കറിയാം, കേരളത്തിലെ ഹിന്ദുക്കളുടെ മൊത്തക്കച്ചവടക്കാരെന്നോ അല്ലെങ്കിൽ അത് മുഴുവൻ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പോലും അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. തെരഞ്ഞെടുപ്പ് എടുത്തതുകൊണ്ടുള്ള ഗിമ്മിക്കുകളാണെന്ന് നമുക്കറിയാം. വെള്ളാപ്പള്ളിക്കും സുകുമാരൻ നായർക്കുമൊക്കെ ഒരേ ഒരു അജണ്ടയുള്ളൂ. അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകുന്ന അജണ്ടകൾ മാത്രമാണ്. സമദൂരമെന്നും ശരിദൂരമൊക്കെ പറഞ്ഞാലും അങ്ങനെയൊക്കെ പേരിട്ട് വിളിച്ചുകൊണ്ട് ചില ഗിമ്മിക്കുകളൊക്കെ നടത്തുന്ന സുകുമാരൻ നായരെ നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് അടുക്കും മുമ്പ് രണ്ടുപേരും കൂടി ഒരുമിച്ച് വലിയ ഐക്യമുണ്ടാക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഹാലിളകുന്ന രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും. എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ ലാഭം മുന്നിൽ വെച്ചുകൊണ്ട് ചില വർത്തമാനങ്ങളൊക്കെ പറയുമെങ്കിലും അവസാനം ഭരണത്തിൽ CPM വന്നാലും ആര് വന്നാലും ഒരു ഗുണവും സുകുമാരൻ നായർക്ക് കിട്ടാറില്ല. സുകുമാരൻ നായർക്ക് അതിൻ്റെ ആവശ്യവുമില്ല. സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം NSS എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള മുഴുവൻ പേർക്കും ജോലി വാങ്ങിച്ചു കൊടുക്കുകയും അവർക്ക് ഗുണമുണ്ടാക്കുകയും ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് നായന്മാരുടെ ഐക്യമോ നായന്മാരുടെ ഏതെങ്കിലും തരത്തിലുള്ള മുന്നോട്ട് പോക്കോ അവരുടെ പുരോഗതിയൊന്നും സുകുമാരൻ നായരുടെ അജണ്ടയിൽ പോലുമില്ല. മന്നം സമാധിയിലേക്ക് രാഷ്ട്രീയക്കാരെ കയറ്റാതെ സ്വന്തം കുടുംബസ്വത്ത് പോലെ കൈവശപ്പെട്ടു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റു കാരണങ്ങളുമില്ല. രാഷ്ട്രീയക്കാരെ, പ്രത്യേകിച്ച് BJP-ക്കാരെ കാണുമ്പോൾ ഹാലിളകും പലപ്പോഴും. ചില നേതാക്കന്മാരെ മാത്രം അവിടേക്ക് കയറ്റി സംസാരിപ്പിക്കാറുണ്ടെന്ന് മാത്രം. സത്യത്തിൽ കേരളത്തിലെ BJP ചെയ്യേണ്ടത് NSS-നെയോ SNDP-യോ തിരിഞ്ഞു പോലും നോക്കേണ്ട കാര്യമില്ല. കാരണം പണ്ടും എന്നും NSS ആണ് BJP-യുടെ ഏറ്റവും വലിയ, NSS-ലുള്ള ജനങ്ങൾ, നായന്മാരാണ് ഏറ്റവും കൂടുതൽ വലിയ വോട്ട് ബാങ്കുകൾ. ആ നായന്മാരൊന്നും സുകുമാരപ്പണിക്കർ പറഞ്ഞാൽ മാറില്ല. ശക്തമായ ഉറച്ച വോട്ടുകൾ തന്നെയാണ്. അപ്പോൾ ഞാനടക്കം സുകുമാരൻ നായർ ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ 100% ചെയ്യില്ല എന്നത് തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനപ്പുറം ഒരു സുകുമാരൻ നായരെ ഗൗനിക്കേണ്ടതുമില്ല. അതുകൊണ്ട് സുകുമാരൻ നായർ, ഈ നായർ വിഭാഗത്തിന്റെ 2% വോട്ടുകൾ പോലും സുകുമാരൻ നായർ പറഞ്ഞാൽ കിട്ടില്ല. പിന്നെ എന്തിനാണ് സുകുമാരൻ നായരുടെ പുറകെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുംഭമേളയിലേക്ക് സുകുമാരൻ നായരും എത്തിയില്ല, വെള്ളാപ്പള്ളി നടേശനും എത്തിയില്ല. ഒരു ഹിന്ദു അവരുടെ ആചാരങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിലെങ്കിലും അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും രണ്ടുപേരും ശ്രമിച്ചിട്ടുമില്ല. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും അജണ്ടയുമായാണ് സുകുമാരൻ നായരും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും നടക്കുന്നത് എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും വന്നില്ലെങ്കിലും ഹിന്ദുവിൻ്റെ ഐക്യം രൂപപ്പെടുക തന്നെ ചെയ്യും.
ഇവരാരും എന്ത് ചെയ്താലും അതിനൊരു കോട്ടവും പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ BJP നേതൃത്വമെങ്കിലും ഇനി സുകുമാരൻ നായരുടെ പുറകെയും വെള്ളാപ്പള്ളി നടേശനെയും ഒക്കെ കാണാൻ പോകുന്ന പതിവ് രീതി അങ്ങ് അവസാനിപ്പിക്കണം. കാരണം ഇവരെ കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ തിരുനാവായയിലേക്ക് ഒഴുകിയെത്തിയ ജനലക്ഷങ്ങൾ ഹിന്ദുക്കൾ. ഇന്ന് ഒരു മുസ്ലിം സഹോദരൻ സംസാരിക്കുന്നത് കേട്ടു. തിരുനാവായയിൽ ആദ്യം കുംഭമേള വരുന്നുവെന്ന് കേട്ടപ്പോൾ ഞാനൊക്കെ വലിയ എതിരായിരുന്നു. എന്നാൽ അവിടെ നടത്തിയ പ്രവർത്തനം ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവിടെ കുംഭമേള നടത്തിയതും സേവാഭാരതിയുടെ പ്രവർത്തനവും ഒക്കെ കണ്ട് സേവാഭാരതിക്ക് എന്തെങ്കിലും ഡൊണേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യാനോ ആണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം സഹോദരൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അടുത്ത തവണ ഞങ്ങളെല്ലാം ചേർന്ന് കുംഭമേള നടത്തുമെന്നാണ് ആ മുസ്ലിം സഹോദരൻ പറയുന്നത്. അത്രമാത്രം ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ കുംഭമേളയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിജയം. ചില CPM-കാരും കുംഭമേളയ്ക്ക് പോയിരുന്നു. ചില CPM-കാരൊക്കെ എന്നെ വിളിച്ചിരുന്നു കുംഭമേള കണ്ട ശേഷം. എൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. അവർ പറഞ്ഞത് അവിടെ പോകാതിരുന്നുവെങ്കിൽ വലിയ നഷ്ടമായിരുന്നേ എന്നാണ്. അവർ പോയപ്പോൾ അവർ സമാന മനസ്കരായ ചില CPM-കാരെ അവർ അവിടെ കണ്ടു എന്നും പറഞ്ഞിരുന്നു. ഏതായാലും ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒന്നുമില്ലെങ്കിലും ഹിന്ദു ഐക്യം രൂപപ്പെടേണ്ട സമയത്ത് രൂപപ്പെടുമെന്ന് തന്നെയാണ്. ഹിന്ദുക്കൾ എല്ലാ കാര്യത്തിലും കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ അധികാരത്തിൽ വന്ന അന്നു മുതൽ ഓണം ആഘോഷിക്കരുതെന്ന് പറഞ്ഞ ആ സമയം മുതൽ ഇന്ന് വരെ ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ പിണറായി വിജയൻ നടത്തിയ ശ്രമങ്ങളടക്കം കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു. ശബരിമലയെ കൊള്ളയടിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി നിലനിൽക്കുകയാണ്. ഹിന്ദു ആചാരങ്ങളുടെയും ഹിന്ദുക്കളുടെ സ്വത്തിനെയും ഹിന്ദുക്കളുടെ ജീവിത രീതിയെയും അപഹരിക്കുക എന്നതിനപ്പുറത്തേക്ക് CPM-ന് വേറെ ലക്ഷ്യമില്ല എന്ന് അവർ തന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഏതായാലും തിരുനാവായിലെ കുംഭമേള ഒരു സൂചകം തന്നെയാണ്. കേരളത്തിലെ ഹൈന്ദവരുടെ ഐക്യമുണ്ടാക്കാനുള്ള ഒരു വലിയ ശ്രമം. കേരളത്തിലെ ഹൈന്ദവർ സാംസ്കാരികപരമായി ഉന്നതിയിലേക്ക് പോകുമെന്ന് സൂചന നൽകുന്ന വളരെ കൃത്യമായ ഒരു സമ്മേളനമായിരുന്നു കുംഭമേളയും കുംഭമേളയോടനുബന്ധിച്ച് നടന്നതുമെന്ന് വ്യക്തമായും കൃത്യമായും ജനങ്ങൾക്ക് ബോധ്യം വരും.